ഹായ് ഹോൾ, ഞാൻ കുറേ നാളായി കേൾക്കുന്നു ചിക്കൻ പറുദീസ എന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല, അതേപോലെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇന്നൊരു ഫുൾ ചിക്കൻ കിട്ടിയപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാൻ നോക്കി. നല്ല ടേസ്റ്റുള്ള സാധനം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇതിപ്പോൾ ഒരു ഫുൾ ചിക്കന് ഞാൻ നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. ആ ഒരു ഫോർക്കോണ് നല്ലോണം കുത്തി കൊടുക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു ക്യാപ്സിക്കം, ഒരു 2 തക്കാളി, ഒരു 5-6 പച്ചമുളക്, അതേപോലെ കുറച്ച് മല്ലിയില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ ഇതിലേക്ക് വേണ്ട മസാലകൾ നോക്കാം. 1 ടീസ്പൂൺ മുളകിൻ്റെ പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ ഒരു ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, അതേപോലെ ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല. പിന്നെ വേണ്ടത് ഒരു മാഗി ക്യൂബ്. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. പിന്നെ കുറച്ച് വിനാഗിരി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ. അപ്പോൾ ഓയിൽ മാത്രമേ ഇതിൽ ചേർക്കാൻ പാടുള്ളൂ, വെളിച്ചെണ്ണ ചേർത്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി അത് നമുക്ക് ചിക്കനിലേക്ക് നല്ലോണം പുരട്ടി കൊടുക്കാം. അപ്പം എല്ലാ ചിക്കനും ഫുള്ളായിട്ട് നമുക്കിതൊന്ന് പുരട്ടി കൊടുത്ത് ഇനി ഇതൊരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് നല്ലോണം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. പിന്നെ വെന്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിടാൻ കുറച്ച് പണിയാണ്, എന്നാലും മറിച്ചൊന്നിട്ട് കൊടുക്കാം. ഇനി അതേപോലെ തന്നെ ഒരു 10-15 മിനിറ്റ് ഒന്നും കൂടി വേവിച്ചെടുക്കുക. ഇനി അതിന് മസാലയൊക്കെ ഇതിൻ്റെ മേലെ ചിക്കൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. അപ്പം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേണം വേവിക്കാൻ. ഇനി വേണ്ടത് ഇതിലേക്ക് ഒരു 5-10 കാഷ്യൂസ്. അത് ഞാൻ നല്ലോണം ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് അരച്ചെടുത്തതാണ്, മിക്സിയിൽ അരച്ചെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ മസാല എല്ലാം ചിക്കനിലേക്ക് നല്ലോണം പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഗ്രേവി ഇതിൻ്റെ മേലെ ചിക്കൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഗ്രേവി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു.